മോളെ നീറ്റിൻ്റെ എക്സാം ആണേ, ലേറ്റ് ആവല്ലേ? എന്തെടുക്കുവാ? പെട്ടെന്ന് ഇറങ്ങ്. ബിന്ദു, എന്തിൻ്റെ എക്സാമാ മോക്ക്? മോള് നീറ്റിൻ്റെ എക്സാം എഴുതാൻ പോന്നു ചേച്ചി. നീറ്റോ? ആ ആ ആ അമ്മ ഞാൻ ഇറങ്ങുവാണേ. ശാന്തേച്ചി പ്രാർത്ഥിച്ചേക്കണേ. പ്രാർത്ഥിക്കാൻ മോളെ, നന്നായിട്ട് എഴുതിയിട്ട് വാ കേട്ടോ. അമ്മ ഞാൻ പോകട്ടെ എന്നാ. മോളെ എല്ലാം എഴുതിയേച്ച് വരണേ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ എല്ലാം പോയിട്ട് വാ കേട്ടോ. ശരി. ഭഗവാനെ, എല്ലാം എളുപ്പമായിരിക്കണേ. ഒന്നും പറയണ്ട ശാന്തേച്ചി, നീറ്റിൻ്റെ എക്സാമാ, ഭയങ്കര സ്ട്രിക്റ്റാന്നേ. ഈ പ്രാവശ്യമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മോളുടെ ഒരു ആഗ്രഹമാണേ. ബിന്ദു വിഷമിക്കേണ്ട, എളുപ്പമായിരിക്കും. അവക്കളുടെ ആഗ്രഹം പോലെ അങ്ങ് ആയിക്കോട്ടെ. എന്നാൽ ശാന്തേച്ചി ജോലിയൊക്കെ ചെയ്യേ, ഞാൻ പോയി അടുക്കളയിലെ പണിയൊക്കെ നോക്കട്ടെ. ശരി എന്നാൽ ഞാൻ ജോലിയൊക്കെ ചെയ്യട്ടെ. ശരി എന്നാൽ. ചേടാ, ഇത്രയും നേരമായിട്ടും കൊച്ചിനെ കാണുന്നില്ലല്ലോ. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അയ്യോ, ഇതെന്തൊരു കോലമാ. അയ്യോ, ഇതെന്തോ പറ്റിയതാ കുഞ്ഞേ? ഈ ചുരിദാറിൻ്റെ കൈയെല്ലാം ആരാ മുറിച്ചത്? ബിന്ദുവിൻ്റെ മോളെന്താ ഇങ്ങനെ വരുന്നേ? ഒരു വശപ്പശ ഉണ്ടല്ലോ. എന്തോ പറ്റിയതാന്ന്. ഷോ, ഒന്നും പറയാതെ അങ്ങ് പോയല്ലോ. എന്തുവാന്നാ ദൈവമേ. ബിന്ദു, എന്തോ പറ്റിയതാ? ഒന്നുമില്ല ശാന്തേച്ചി, നോക്കട്ടെ എന്തുവാന്ന്. ഷോ, അമ്മയും മോളൂടെ വെപ്രാളത്തിന് കയറിപ്പോയല്ലോ. ഒന്നും പറഞ്ഞതുമില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ബിന്ദുവിൻ്റെ മോക്ക് ഗതി വന്നല്ലോ ദൈവമേ. കുടുംബശ്രീയിലെ വിമലയെ വിളിച്ച് പറയാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഉണ്ടായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞില്ലെന്ന് പിന്നെ പറയത്തില്ലയോ. അയ്യോ. ഹലോ, വിമലയാണോ? എടീ, ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയല്ലേ. എടീ, നമ്മുടെ ബിന്ദുവിൻ്റെ കൊച്ചുണ്ടല്ലോ, എന്തുവാ രാവിലെ നീറ്റോ നെറ്റോ ഏതിൻ്റെ എക്സാമിന് രാവിലെ എങ്ങോട്ടോ പോയി. എൻ്റെ കുഞ്ഞെ, വൈകിട്ട് വന്ന കോലം നീ ഒന്ന് കാണണം. ചുരിദാറൊക്കെ കീറിപ്പറിച്ച് തലമുടി അഴിച്ചിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. നീ ഇതാരോടും പറയല്ലേ. ഞാനാ പറഞ്ഞതെന്ന് പറയരുത് കേട്ടോ. ശരി എന്നാ. ഷോ, കഷ്ടമായിപ്പോയി. രമണിയൊന്ന് വിളിക്കാം. ഹലോ, രമണിയാണോ? എന്തുവാ ഏതാണെന്നൊന്നും അറിയത്തില്ല, ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ട്. ആർക്കറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിലും ബിന്ദു പറയുമോ? നോക്കട്ടെ, എന്തുവാന്ന് അറിഞ്ഞിട്ടേ ഞാനിവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. ശരി ശരി. നീ ഇതാരോടും പറയണ്ട കേട്ടോ. ശരി. കഷ്ടം, പാവം ബിന്ദു. മോളെ, എന്തുവാ പറ്റിയേ? അമ്മയോട് പറയടി, എന്തുവാ പറ്റിയെന്ന്. മക്കളെ, എന്തുവാ പറ്റിയേ? എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിന് ഗതി വന്നല്ലോ. എനിക്ക് വയ്യത്, എങ്ങനെ പോയ കൊച്ചായിരുന്നു. എന്തിനാ അമ്മയെ കിടന്ന് കരയുന്നത്? അയ്യോ, അത് നീറ്റ് എക്സാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത് ഇത്രയും കൈയുള്ള ടോപ്പൊന്നും ഇട്ടുകൊണ്ട് വരാതായിരുന്നു. അങ്ങനെയുള്ളവരെ എക്സാം എഴുതിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അടുത്തുള്ള സ്റ്റിച്ചിങ് സെന്ററിൽ കൊണ്ടുപോയി കൈ അങ്ങ് മുറിച്ച് കളഞ്ഞു. ഷോള് പറ്റത്തില്ല, തലമുടിയിൽ ക്ലിപ്പോ അങ്ങനെയുള്ള ഒന്നും പറ്റത്തില്ല. തലമുടി കഴിച്ചു വരെ അവർ നോക്കി. ദൈവമേ, നീ കാത്തു. അത്രേ ഉള്ളായിരുന്നോ? മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി അവിടെ വരവൊക്കെ കണ്ടപ്പോഴത്തേക്ക്. ഞാനങ്ങ് പേടിച്ചു പോയി. കാണുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈശ്വര. അയ്യോ, യേശുനിശാന്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദൈവമേ, ഇനി അവരാരെയൊക്കെ വിളിച്ചറിയിച്ചെന്നറിയത്തില്ല. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ദൈവമേ. എന്തിയേ? ശാന്തേച്ചി,
ശാന്തേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ആ ബിന്ദുവേ, എന്തോ പറ്റിയതാ? ഓ എൻ്റെ ശാന്തേച്ചി, ഞാനങ്ങ് പേടിച്ചു പോയി അവിടെ വരവെല്ലാം അവിടെ കണ്ടപ്പോൾ. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഈ നീറ്റിൻ്റെ എക്സാം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. ഇവിടം വരെ കൈയുള്ള ചുരിദാറൊന്നും പറ്റത്തില്ല ഇപ്പോൾ എക്സാമിന്. അവിടെ ചെന്നപ്പോഴാണ് ഇത് അറിയുന്നത്. പിന്നെ അവൾ അവിടെ അടുത്തുള്ള ടൈലർ ഷോപ്പിൽ പോയി അത്രയും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ്. അതാ അങ്ങനെ വന്നത്. പിന്നെ മുടിയെല്ലാം അഴിച്ച് കാണിച്ച് ഫുൾ ചെക്കിംഗ് ആയിരുന്നു. ഇപ്പോഴത്തെ എക്സാമിൻ്റെ കാര്യമൊന്നും പറയണ്ട. അതിൻ്റെ ടെൻഷനിൽ നല്ലപോലെ അങ്ങോട്ട് എഴുതാൻ പറ്റിയില്ല. അതിൻ്റെ വെപ്രാളത്തിലാണ് ഇങ്ങനെ വന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആഹാ, അത്രേ ഉള്ളായിരുന്നോ കാര്യം? ഞാനും സത്യം പറഞ്ഞാൽ അങ്ങ് പേടിച്ചു പോയി കേട്ടോ. അമ്മാതിരി അല്ലായിരുന്നോ കൊച്ചിൻ്റെ വരവും കരച്ചിലും ഒക്കെ? എനിക്കറിയാൻ ശാന്തിച്ചേട്ടൻ പറയത്തില്ലെന്ന്, ഞാനങ്ങ് പറഞ്ഞേത്. ചേച്ചിയും വിചാരിക്കും ഇത് എന്തുവാ ഏതാന്നൊക്കെ. ഓ, ഞാനാരോട് പറയാനാ? നമ്മളിവിടെ കണ്ട് നമ്മുടെ കൊച്ചല്ലയോ, എനിക്കറിയത്തില്ലയോ? ഞാൻ ആരോടും പറയത്തില്ല ബിന്ദു. ഇതാരാ? കുടുംബശ്രീയിലെ വിമല ചേച്ചിയാണല്ലോ വിളിക്കുന്നേ. ഹലോ. എക്സാം എഴുതാൻ. അയ്യോ ചേച്ചി, ഒന്നുമില്ല. ഇപ്പോഴത്തെ നീറ്റ് എക്സാം ഭയങ്കര സ്ട്രിക്റ്റ് അല്ലയോ? അയ്യോ, ഭയങ്കര ചെക്കിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ചുരിദാറിൻ്റെ കൈക്ക് നീളം കൂടിയപ്പോഴേ അതൊന്നും പാടില്ല അവിടെ. അങ്ങനെ അവൾ ടൈലർ ഷോപ്പിൽ പോയി കട്ട് ചെയ്തതാ. അയ്യോ, അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി ശരി. ഓക്കെ. ശാന്തേച്ചി, അപ്പോഴത്തേക്കും ഇവർ അറിയിച്ചല്ലാരെയും. വിമലയോടും മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനി ആരാ? ഹലോ. അയ്യോ രമണി, ഒന്നുമില്ല, അവക്കൊന്നും പറ്റിയില്ല. എന്നാൽ ശരി, ഞാൻ ജോലി ചെയ്യട്ടെ.